സെൻട്രൽ ക്യാരക്ടറായ ജെറിയായി അഭിനയിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാരണം ഒരു മോഹിപ്പിക്കുന്ന കഥാപാത്രം, ഒരുപക്ഷെ ഒരുപാട് സീനിയറായ അല്ലെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നടൻ ഈ സിനിമ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യം തോന്നുന്നത് ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നായിരിക്കും തോന്നുന്നത്. കാരണം അത്രയ്ക്കും ഇമോഷണൽ ഡൈനാമിക്സ് ഉള്ളൊരു കഥാപാത്രമാണ്. ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ആദ്യമായി ചെറിയ കുട്ടി, ഒരുപക്ഷെ ചെറിയ കുട്ടി ഗർഭിണിയായിരിക്കുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഇയാൾ വിദേശത്തേക്ക് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കുട്ടിയുടെ പ്രായം 4 വയസ്സോ 5 വയസ്സോ ഉണ്ടെന്ന് വെച്ചോളൂ. ആദ്യമായിട്ടായിരിക്കും ഈ അപ്പനെ കാണുന്നത്. ചിലപ്പോൾ വീഡിയോ കോൾ വഴി കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ വീഡിയോ കോളിൽ കാണുന്ന സറിയലി അല്ല, അല്ലെങ്കിൽ അയാഥാർത്ഥ്യമായ ഒരു ക്യാരക്ടറിൽ നിന്ന് റിയലായ അപ്പനെ കാണുമ്പോൾ മോനെ സംശയം തോന്നുന്നു. ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഇത് തന്നെയാണ് നമ്മൾ വീഡിയോ കോളിൽ കാണുന്ന ആള് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെ പുള്ളിയുടെ തോട്ട്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഞാൻ വന്നത് ഇടയ്ക്കെപ്പോഴോ ക്ലാരയോട് ജെറി വളരെ ഇന്റൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ക്ലാര നിനക്ക് എന്ത് പറ്റി, ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. ഒരുപക്ഷെ ഈ സിനിമ കാണുന്ന ഓരോരുത്തർക്കും പല സിറ്റുവേഷൻസ് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിലൂടെയാണ് ഈ സിനിമ കടന്നു പോകുന്നത്. ഒരിക്കലും ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ജെറി പോകുന്നത് ഒരു ഡ്രമാറ്റിക്കൽ സിറ്റുവേഷനായ സെന്റിമെന്റ്സിലൂടെയാണെങ്കിൽ ആ സിനിമയുടെ മൂഡ്, അപ്പോഴത്തെ മൂഡ് സെന്റിമെന്റ്സും, ജെറി കടന്നു പോകുന്ന ഒരു ഫൺ മൂഡിലാണെങ്കിൽ അപ്പോ സിനിമയുടെ മൂഡ് ഫണ്ണും, തൊട്ടപ്പുറത്ത് പോകുന്ന ഒരു ഡ്രമാറ്റിക്കൽ സിറ്റുവേഷനായ ഒരു ഭയങ്കര ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെ പോവുകയാണെങ്കിൽ അപ്പോൾ ആ ട്രോമയിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇമോഷണൽ ട്രാവലിംഗ് ആണ്. ഒരു 30 ദിവസത്തെ ലീവിന് വന്ന ജെറിയുടെ ഇമോഷണൽ ട്രാവലാണ് ഈ സിനിമ പറയുന്നത്. ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. കാരണം ഇമോഷൻ ബേസ്ഡ് സെന്റിമെന്റ്സ് ഉണ്ട്, വയലൻസ് ഉണ്ട്, ഫണ്ണുണ്ട്, കോമഡി ഉണ്ട്. ഇപ്പൊ നോബിയുടെ ട്രാക്ക് ഫുൾ കോമഡിയാണ്. കോമഡി ഉണ്ട്. നോബി എന്ന് പറയുന്നത് ജെറിയുടെ സ്കൂൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ ചോദിക്കും, വെറും ഫ്രണ്ടായിട്ട് മാത്രമായി നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ? ഇല്ല, ജെറിക്ക് ഈ സണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടർ, നോബിയുടെ ക്യാരക്ടറും പറയാനുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സിനിമ എല്ലാവരും പോയി കാണണം. കാരണം വെച്ചാൽ ജെറിയുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മൊമെന്റ്സുകൾ ഉണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഞാൻ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ടെൻഷനുണ്ട്. കാരണം ആക്ടിങ്ങിൽ നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി നമ്മൾ റീക്രിയേഷൻ ഓഫ് ആക്ടിങ് ആണ്. അപ്പൊ നമ്മൾ തോന്നും നമ്മളെ ഈ ലൈഫ് നമ്മൾ ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ഒരുപക്ഷെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ സിറ്റുവേഷനിലൂടെ ഞാൻ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ എന്റെ ദൈവമേ എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ക്രൈസിസിലൂടെയും എന്നാൽ വളരെ മേക്ക് ബിലീവ് ചെയ്യുന്ന ഒരുപാട് ഫൺ മൂവ്മെന്റ്സും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. കണ്ടിട്ട് ഇതിന്റെ ടെക്നിക്കൽ സൈഡുകളെല്ലാം ഭയങ്കര ഹൈലി ടാലന്റുള്ള ആൾക്കാർ തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ സിനിമ സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കില്ല. പക്ഷെ നമ്മുടെ കണ്ടന്റ് ആണ് നമ്മുടെ സെൽ വാല്യൂ. ദയവേത് നിങ്ങൾ കണ്ടന്റ് മനസ്സിലാക്കി പോയി കണ്ടാൽ മാത്രമേ ഇത് സെൽ വാല്യൂ ആണോ, നിങ്ങളുടെ റിലേറ്റ് ചെയ്യുന്ന വാല്യൂ ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കണ്ട് പടത്തിന്റെ അഭിപ്രായം പറഞ്ഞ് ഇതിന്റെ ഒരു നല്ല ഓപ്പൺ ഡിസ്കഷൻ വരട്ടെ. ഇതിന്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യൂ പ്ലീസ്. അതാണ് എനിക്ക് പറയാനുള്ള റിക്വസ്റ്റ്. ദയവേത് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. താങ്ക് യു. അയ്യോ 300 ആൾക്കാർ കണ്ട് ഇപ്പോൾ 50 ജെറിയുടെ വൈഫായിട്ട് ജെറിയുടെ സൈഡാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ആക്ച്വലി ഈ ഫസ്റ്റ് ഞാൻ എൻ്റെ ഡയറക്ടറോട്